വീടുകളിൽ സിലിണ്ടർ മാറ്റുമ്പോഴത്തേക്കും നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്നൊരു കാര്യമുണ്ട്. ഈ സിലിണ്ടറിൻ്റെ അകത്തൊരു വാഷറുണ്ട്. ഈ വാഷർ നമുക്ക് ഭയങ്കര ഒരു പ്രോബ്ലം തന്നെ പല സമയത്തും ഉണ്ടാക്കാറുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ഒരു വാഷർ ഉള്ളത് റെഗുലേറ്റർ വെക്കുമ്പോൾ ചിലപ്പോൾ ഇതിനിടയിൽ കൂടിയൊക്കെ ലീക്ക് പിടിക്കും. അപ്പം നമുക്ക് പലപ്പോഴും വീട്ടിലുള്ളവർക്ക് അത് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. നമ്മൾ ഇങ്ങനത്തെ നമ്മുടെ നെയിൽ കട്ടർ, നമ്മുടെ വീട്ടിലുള്ള ഈ നെയിൽ കട്ടർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു ഭാഗം വെച്ച് നമുക്കത് കുത്തിപ്പൊക്കി എടുക്കാം സിമ്പിളായിട്ട്. കണ്ടില്ലേ, നേരെ നല്ല അടിപൊളിയായിട്ട് പുറത്തേക്ക് എടുക്കുക, ഒരു ടെൻഷനും വേണ്ട. ഇത് കണ്ട, ഈ ഒരു വാഷറിൻ്റെ ഇത്രയും ഭാഗം ഇവിടെ നിന്ന് കട്ടായി പോയിട്ടുണ്ട്. നമ്മൾ റെഗുലേറ്റർ കയറ്റി വെക്കുമ്പോൾ കട്ടായി പോകുന്നതാണ്. അതുപോലെ ഇപ്പുറത്ത് കണ്ടില്ല, ഇപ്പുറത്തൊരു ചെറിയ റിങ് കാണുന്നുണ്ട്, അതുപോലെ ഈ സൈഡിൽ റിങ് കാണുന്നില്ല. അപ്പോൾ ഇതിനിടയിൽ കൂടി നമുക്ക് ഈ ഗ്യാസ് ലീക്കേജ് വരും. അപ്പോൾ നമ്മൾ കയ്യിൽ ഈ വാഷർ ഇല്ലാന്നുണ്ടെങ്കിൽ, വേറെ സിലിണ്ടർ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ സിലിണ്ടറിൻ്റെ വാഷർ എടുത്തിട്ട് നമുക്ക് ഇതുപോലെ തന്നെ, അതായത് ഈ കട്ടായ ഭാഗം കളഞ്ഞ് വന്നു കഴിഞ്ഞാൽ ലീക്കാവും. അപ്പോൾ അതുകൊണ്ട് ഇതേ വാഷർ തന്നെ, അല്ലെങ്കിൽ നമുക്ക് വേറെ സിലിണ്ടറിൽ നിന്ന് ഊരിയെടുത്തിട്ട് നമുക്ക് ഇതുപോലെ തന്നെ സിമ്പിളായിട്ട് ഇങ്ങനെ കുത്തി വെക്കുക. ഇങ്ങനെ കുത്തി വെച്ചതിന് ശേഷം ജസ്റ്റ് ഇങ്ങനെ പ്രസ് ചെയ്ത് താഴത്തേക്ക് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഈ നെയിൽ കട്ടർ കൊണ്ട് തന്നെ ഇതിനെ ഇതിങ്ങനെ കുത്തി താഴത്തേക്ക് ഇറക്കി കൊടുത്താൽ തിരിച്ചു എന്താ കറക്റ്റായിട്ട് ഇതിനകത്ത് ഇടാൻ പറ്റും. അപ്പോൾ ആ ഒരു വാഷർ ഇല്ലയെന്നുണ്ടെങ്കിൽ ആ കീറിപ്പോയ ഭാഗം മോൾ ഭാഗത്ത് വന്നാലും കറക്റ്റായിട്ട് കാര്യങ്ങൾ നടക്കും. അപ്പോൾ ഇതൊന്ന് ശ്രദ്ധിക്കുക എല്ലാവരും. അല്ലാന്നുണ്ടെങ്കിൽ ഗ്യാസ് ലീക്കേജ് വന്നിട്ട് വലിയൊരു അപകടത്തിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക.